വിശുദ്ധ ഗീവർഗീസ് സഹദ. കപ്പദോക്യയിലെ ഒരു പ്രഭു കുടുംബത്തിൽ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ക്രിസ്തുവർഷം 283 ഗീവർഗീസ് ഭൂജാതനായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്റെ പിതാവ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചതിനാൽ ഗീവർഗീസും ചെറുപ്പത്തിൽ തന്നെ സൈനിക സേവനത്തിനായി സ്വയം അർപ്പിച്ചു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ഈ യുവ സൈനിക മേധാവി ഉന്നതമായ പല ഉത്തരവാദിത്തങ്ങളും വഹിച്ചു. ഇന്ന് ഇറാൻ എന്നറിയപ്പെടുന്ന ഊർമിയയിലെത്തിയപ്പോൾ അവിടുത്തെ സഭയെ സംഘടിപ്പിക്കാൻ അദ്ദേഹം യത്നിച്ചു. ഇംഗ്ലണ്ടും അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അവിടെ വച്ചാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി പ്രസിദ്ധീകരിച്ച ക്രിസ്തീയ വിരുദ്ധ വിളംബരം ഗീവർഗീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. യാതൊരു സങ്കോചവും കൂടാതെ തന്റെ ക്രിസ്തീയ വിശ്വാസബോധത്തെക്കുറിച്ച് ചക്രവർത്തിയെ അറിയിച്ചു. പള്ളികൾ തകർക്കപ്പെടാനുള്ള നിർദ്ദേശം ഉൾപ്പെട്ട കൽപ്പന പരസ്യമായി കീറിക്കളയുകയും യേശുക്രിസ്തുവെന്ന സത്യദൈവത്തിലുള്ള തന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാർ ഗീവർഗീസിന്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനത്തിൽ ചക്രവർത്തി സ്തബ്ധനായി. എങ്കിലും ഈ ചെറുപ്രായത്തിൽ ലഭിച്ച പദവികളും സ്ഥാനങ്ങളും നഷ്ടപ്പെടുത്താതെ റോമൻ ആചാരപ്രകാരം ബലി കഴിക്കുവാൻ അദ്ദേഹം ഗീവർഗീസിനോട് കൽപ്പിച്ചു. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഗീവർഗീസ് പ്രതിവചിച്ചത്, ഈ അസ്ഥിരമായ ജീവിതാനുഭവങ്ങളൊന്നും എൻ്റെ ദൈവത്തെ സേവിക്കാനുള്ള തീരുമാനത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കില്ല എന്നായിരുന്നു. കോപത്താൽ ജ്വലിച്ച ചക്രവർത്തി ആയുധധാരികളായ പടയാളികൾക്കൊപ്പം ഗീവർഗീസിനെ ദണ്ഡിപ്പിക്കുവാനും കുന്തം കൊണ്ട് ഗീവർഗീസിന്റെ ശരീരം കുത്തിമുറിക്കുവാനും ആജ്ഞാപിച്ചു. ആ യുവാവിന്റെ മേലുള്ള ദൈവകൃപയും പരിശുദ്ധാത്മ സംരക്ഷണവും വെളിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നേരെ നീട്ടപ്പെട്ട കുന്തമുന വളയുകയും മൃദുവായി മാറുകയും ചെയ്തു. കണ്ടുനിന്ന ഏവർക്കും താക്കീത് നൽകിക്കൊണ്ട് ഗീവർഗീസിനെ കൽത്തുറുങ്കിലടച്ചു. എങ്കിലും ദൈവസാന്നിധ്യം വിളങ്ങി നിന്ന യൗവനക്കാരന്റെ മനസ്സും ശക്തിയും നിശ്ചയദാർഢ്യവും വേരോടെ പിഴുതുകളയാൻ ആർക്കും കഴിയുമായിരുന്നില്ല എന്നാണ് പിന്നത്തെ സംഭവങ്ങൾ തെളിയിച്ചത്. യുവാവായ ഗീവർഗീസിനെ പ്രലോഭിപ്പിക്കാൻ രാത്രിയിൽ അതീവ സുന്ദരിയായ ഒരു യുവതിയെ ജയിലിനുള്ളിലേക്ക് അയച്ചു. എങ്കിലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സ്വർഗീയ ആനന്ദത്തിലേക്ക് മാത്രം മനസ്സ് ചായിച്ചിരുന്ന ഗീവർഗീസ് തന്റെ പ്രാർത്ഥനയാൽ ആ യുവതിയുടെ ഹൃദയത്തിൽ ദൈവസംബന്ധിയായ ചിന്തകൾ അങ്കുരിപ്പിച്ചു. ആ രാത്രി രക്ഷയുടെ അനുഭവം സ്വീകരിച്ച് പ്രഭാതത്തിൽ മാനസാന്തരം പ്രാപിക്കുവാൻ ആ യുവതിക്ക് അവസരമൊരുങ്ങിയതായി നാം വായിക്കുന്നു. തുടർന്ന് തന്റെ കൊട്ടാരത്തിലെ അരാച്ചാരന്മാരെ വിളിച്ചു വരുത്തിയ ചക്രവർത്തി ഒരു ചക്രത്തിന്റെ കൂർത്ത മുനകൾക്കുമേൽ ഗീവർഗീസിനെ കിടത്തി ആ ചക്രം ശക്തമായി കറക്കുവാൻ കൽപ്പിച്ചു. ഗീവർഗീസ്, ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന ശബ്ദത്തിലൂടെ അദൃശ്യമായി നീട്ടപ്പെട്ട ദൈവകരം സ്പർശിച്ച ഗീവർഗീസ് അപകടരഹിതനായി ചക്രത്തിൽ നിന്ന് പുറത്തുവന്നു. കണ്ടുനിന്ന 2 ജനറൽമാരും 2000 സൈനികരും ഉൾപ്പെടെ അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചക്രവർത്തിയുടെ ക്രോധത്തിന് പാത്രമായി അവർ ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തു. ഗീവർഗീസിന്റെ ശരീരം ഉയരത്തിൽ കെട്ടിത്തൂക്കിയ ശേഷം ശരീരഭാഗങ്ങളിൽ അടിക്കുവാനും ഇരുമ്പ് ചീപ്പുകൊണ്ട് പുറത്തും വയറിലും അമർത്തി ചീകുക, ആ മുറിവുകളിലെ വേദനയുടെ ആധിക്യം കൂട്ടുവാൻ രക്തം ഇറ്റിറ്റു വീഴുന്ന ശരീരഭാഗങ്ങളിൽ ചുണ്ണാമ്പും ഗന്ധകവും പുരട്ടുന്നതിനുള്ള നിർദ്ദേശങ്ങളുമാണ് തുടർന്ന് സൈനികർക്ക് ലഭിച്ചത്. നിന്റെ കൂടെ എപ്പോഴുമുള്ള എന്റെ ബലത്തിൽ നീ എഴുന്നേൽക്കൂ ഗീവർഗീസേ എന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട മധുരസ്വരത്തിൽ ശക്തി പ്രാപിച്ച് ഗീവർഗീസ് കുരിശു വരച്ചും ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ചും കൊണ്ട് ഇത്തവണയും എഴുന്നേറ്റു. 3 ദിവസം ചുണ്ണാമ്പ് നിറച്ച പേടകത്തിനുള്ളിൽ അടച്ചിടുക എന്നതായിരുന്നു അടുത്ത ശിക്ഷ. 3 ദിവസങ്ങൾക്ക് ശേഷം മുറിവുകൾ വഷളാകുമെന്ന ഏവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് മുറിവുകളിലും ശരീരഭാഗങ്ങളിലും യാതൊരു കേടും സംഭവിക്കാതെ ഗീവർഗീസ് വീണ്ടും എഴുന്നേറ്റു. ഇരുമ്പാണികൾ കാൽപാദങ്ങളിൽ തറയ്ക്കും വിധമുള്ള പ്രത്യേകമായി ചൂടാക്കിയ ഇരുമ്പുകൊണ്ടുള്ള പാദരക്ഷ ധരിപ്പിച്ച് നടക്കുവാനുള്ള നിർദ്ദേശമായിരുന്നു അടുത്തത്. പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ടും സാധാരണ പോലെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ശരീരത്തിന്റെ വെല്ലുവിളികളെ മറന്നുകളഞ്ഞ് നടന്നു വരുന്ന ഗീവർഗീസിനെയാണ് ജനങ്ങൾ കണ്ടത്.
അവസാന പ്രയോഗം എന്ന നിലയിൽ ചക്രവർത്തി തന്റെ മാന്ത്രികരെ വിളിച്ചു വരുത്തി. അവർ ഗീവർഗീസിന് വിഷം കലർത്തിയ രുചികരമായ പാനീയം നൽകി. അദ്ദേഹം അതിൻ്റെ മേൽ കുരിശു വരച്ച ശേഷം സന്തോഷത്തോടെ അത് കുടിച്ചു. അവിടെയും ഗീവർഗീസ് രക്ഷ പ്രാപിച്ചു. അവസാനമായി തന്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കാമെന്ന മോഹിപ്പിക്കുന്ന വാഗ്ദാനത്തോടെ ചക്രവർത്തി ഗീവർഗീസിനെ രാജകൊട്ടാരത്തിലേക്ക് വിരുന്നിനായി ക്ഷണിച്ചു. നേരത്തെ തന്നെ ഗീവർഗീസിന്റെ വാർത്തകൾ കണ്ടും കേട്ടുമിരുന്ന വിരുന്നിനായി രാജകൊട്ടാരത്തിലെത്തിയ അലക്സാന്ദ്ര രാജ്ഞി ആ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസിയായി മാറി തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതുമാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. കോപത്താൽ ജ്വലിച്ച രാജാവ് ഗീവർഗീസിനെയും രാജ്ഞിയെയും ഒരുമിച്ച് തടവിലാക്കുകയും മരണശിക്ഷ വിധിക്കുകയും ഭടന്മാരെ കൊണ്ട് ദണ്ഡനമേൽപ്പിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മരണനിഴൽ ശിരസ്സിനു മീതെ ഇരുൾ വീഴ്ത്തി നിൽക്കുമ്പോഴും രാജ്ഞിയുടെ ഗീവർഗീസിനോടുള്ള ചോദ്യം, ക്രിസ്തുവിന്റെ മാമോദീസ സ്വീകരിക്കും മുമ്പ് എനിക്ക് മരണം വരിക്കേണ്ടി വരുമോ എന്നായിരുന്നു. അക്ഷോഭ്യനായി ഗീവർഗീസ് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: ഈ തടവറയിൽ ചിന്തപ്പെട്ട രക്തം നിനക്കായി പറുദീസയുടെ വാതിലുകൾ തുറന്നു തരുന്ന വിശുദ്ധ മാമോദീസായാണ്. AD 303 ഏപ്രിൽ 23 ഗീവർഗീസ് രാജശാസനയുടെ ഫലമായി വാളിനാൽ കൊല്ലപ്പെടുന്നതോടെ ആ 23കാരന്റെ ക്രിസ്തുവിനായുള്ള പീഡന പർവ്വം അവസാനിക്കുന്നു. നമുക്കായി മധ്യസ്ഥത അണയ്ക്കുന്ന ആ നിതാന്ത പരിശുദ്ധന്റെ ഓർമ്മ നമുക്ക് വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരട്ടെ. ഒരുപക്ഷെ കേരളത്തിലെ പള്ളികളിൽ മറിയത്തിന്റെ പേര് കഴിഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സെയിന്റ് ജോർജ് തന്നെയാകും. കേരളക്കരയിലുള്ള ക്രിസ്ത്യൻ നാമധേയങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പേരാണ് ജോർജ് എന്നുള്ളത്. ഗീവർഗീസ്, വർഗീസ്, വർക്കി, വറീദ്, വാറുണ്ണി, വക്കച്ചൻ എന്നിങ്ങനെയുള്ള പേരുകളാലും ജോർജ് നാമധാരികൾ മലയാളികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ പേരുകളുള്ള നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനാശംസകൾ.